സുരേഷ് ഗോപിക്ക് ഒടുവിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നു. ഒരുപക്ഷെ ജയിലിലുമാകാം. ശരിയാവും? എന്താ കാര്യം? അല്ല, സുരേഷ് ഗോപിയുടെ പേരിൽ പൂരം കളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്തു. ഇനി അടുത്ത കേസുണ്ട്, പുലിനകം വെച്ചിട്ട് മാല പുലിനകമാണോ പുലിപ്പല്ലാണോ? പുലിപ്പല്ല എന്തോ, അങ്ങനെ പുലിപ്പല്ലാണെന്തോ, അത് വെച്ച് മാല ഉണ്ടാക്കി. അപ്പോൾ പുലിയെ പോയി വേട്ടയാടി അതിന്റെ പല്ലൊക്കെ എടുത്ത് മാല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമാണോ? സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിച്ച കേസ് എന്തായി? അത് ചീറ്റിപ്പോയി. ചുറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ഉടായ്പ കേസായി പോയി ആണല്ലോ. അപ്പം സുരേഷ് ഗോപിക്കെതിരെ വന്ന കേസ് ഉടായ്പ കേസാണെന്ന് സിനുവിനറിയാം. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നത്? സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയം മുതലേ ഈ വേട്ടയാടലുണ്ട്. അല്ലല്ലോ, സുരേഷ് ഗോപി ബി ജെ പി ചേർന്നപ്പോൾ മുതലുണ്ട്. അതെ അതെ, മത്സരിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയെ പോലെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം, സിനിമാ രംഗം, സാമൂഹ്യ രംഗം, ഇതിനകത്തൊക്കെ ആളുകൾക്ക് ചേരാൻ പറ്റുന്ന ഒറ്റ പാർട്ടിയുള്ളൂ. ഏതാണെന്നറിയോ? അത് CPM ആണ്. CPM അല്ലാതെ നിങ്ങൾ ഏതു പാർട്ടി ചേർന്നാലും നിങ്ങളെ വേട്ടയാടും. നമ്മുടെ ഒരു ഹാസ്യ നടൻ, പൊക്കം കുറഞ്ഞ ഒരാൾ കോൺഗ്രസിൽ ചേർന്നില്ലേ? അതെ. എന്താ പേര്? ധർമ്മജൻ ബോൾഗാട്ടി. ധർമ്മജൻ ബോൾഗാട്ടിനെ ഒരുപാട് ചീത്ത വിളിച്ചല്ലേ? അതെ, ഒരുപാട് ചീത്ത വിളിച്ചു. അത് കഴിഞ്ഞ് രമേശ് പിഷാരടി വയറ് നിറച്ച് കിട്ടി. BJP ആയതുകൊണ്ടല്ല. നിങ്ങൾ പുസ്തകം എഴുതിയാൽ നിങ്ങൾക്ക് അവാർഡ് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് വേദി കിട്ടണമെങ്കിൽ നിങ്ങൾ CPM ആയിരിക്കണം. നിങ്ങൾ നടനാണെങ്കിൽ നിങ്ങൾ CPM-ന് വേണ്ടി പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ CPM-ന് വേണ്ടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പലസ്തീന് വേണ്ടിയെങ്കിലും പറയണം. ഗാസയ്ക്ക് വേണ്ടി കരയണം. ആൾ ഐസ് ഓൺ റാഫ എന്ന് പറയണം. അപ്പോൾ നിങ്ങളെ അംഗീകരിക്കും. അപ്പോൾ ഈ പലസ്തീന് വേണ്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പറഞ്ഞാൽ CPM-കാർക്കും ഇഷ്ടമാണ്. രണ്ടും CPIM-ൻ്റെ M എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ സുരേഷ് ഗോപി ഇതൊക്കെ തെറ്റിച്ച് അന്തസ്സോടെ തലയെടുപ്പോടെ വന്ന് BJP-യുടെ ഭാഗമായി. മാത്രമല്ല, കേരളത്തിൽ വലിയൊരു മാസ് ബേസുള്ള നടനാണ് സുരേഷ് ഗോപി. നടൻ മാത്രമല്ല, സുരേഷ് ഗോപിയെക്കുറിച്ച് നല്ലത് അല്ലാതെ പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും? കാരണം അദ്ദേഹം അതുപോലെ സിനിമാ രംഗത്ത് വന്നപ്പോൾ വന്നതിന് ശേഷം തൻ്റെ വരുമാനത്തിൻ്റെ ഗണ്യമായ ഒരു ഭാഗം അർഹരായ സാധുജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച ആളാണ്, അല്ലേ? ഇപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാൾ, വലിയ പ്രതിച്ഛായുള്ള സുരേഷ് ഗോപി പെട്ടെന്ന് അനഭിമതനായത്, വെറുക്കപ്പെട്ടവനായത് സുരേഷ് ഗോപി BJP ചേർന്നുണ്ടോ? സുരേഷ് ഗോപി കൊള്ളാം, പക്ഷേ പാർട്ടി മോശമാണ്. വാജ്പേയിയെക്കുറിച്ച് പറയും, വാജ്പേയി നല്ല പ്രധാനമന്ത്രിയായിരുന്നു, പക്ഷേ പാർട്ടി മോശമായിരുന്നു. ഈ പാർട്ടിയിൽ CPM-ലും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയിലും സുഡാപ്പിയിലും ഒക്കെ ആരാ? എല്ലാം തങ്കം കൊണ്ടുണ്ടാക്കിയ തനി പത്തരമാറ്റ് പൊന്നിൻ്റെ മക്കളാണ്. അതെ. അപ്പോൾ അതാണ്. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ മെയിൻ സ്ട്രീമിലുണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ചാണകം ചവിട്ടിയാൽ മോശമാണ്, സംഘി എന്ന് വിളിച്ചാൽ ലജ്ജയാണെന്ന് തോന്നുന്ന ഒരു ഇമേജിന് ബ്രേക്ക് ചെയ്തു. സംഘി എന്ന് പറഞ്ഞാൽ അതേടാ സംഘിയാടാ, ഞാൻ സംഘിയാടാ എന്ന് പറയും. ശോഭനയുടെ കാര്യത്തിൽ നോക്കും. ശോഭന പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി പങ്കെടുത്തതിൻ്റെ പേരിൽ ശോഭനയ്ക്ക് വരെ വലിയ അറ്റാക്ക് നടന്നു, അല്ലേ? അതെ. ശോഭന പിറ്റേ പ്രാവശ്യം വീണ്ടും ഒരു പരിപാടി പങ്കെടുത്തു. ഗായിക ചിത്ര ഈ പറഞ്ഞതുപോലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, അല്ലേ? അതെ. ചിത്രയുടെ പ്രതികരണത്തിൻ്റെ പേരിൽ വലിയ അറ്റാക്ക് നടന്നു. അപ്പം നിങ്ങൾ ഹിന്ദു മതവുമായി, ഹിന്ദു വിശ്വാസവുമായി, ഹിന്ദു സംസ്കാരവുമായി, ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും അത്തരം ഒരു മൂവ്മെൻ്റ് ഭാഗമായ നിങ്ങളെ വേട്ടയാടും. ഇവിടെ വേട്ടയാടിയില്ല എന്ന് മാത്രമല്ല, വേട്ടയാടിയത് മാത്രമല്ല, സുരേഷ് ഗോപി ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് തൃശ്ശൂരിൽ വന്ന് മത്സരിച്ചു. തോൽപ്പിക്കാൻ എല്ലാ പണിയും നോക്കി, അല്ലേ? ഒരു കിരീടത്തിൻ്റെ പേരിൽ പള്ളിക്കാർക്കും വിശ്വാസികൾക്കും പരാതിയില്ലാഞ്ഞിട്ടും വ്യാജ പ്രചാരണം നടത്തി ചെമ്പ് ഗോപി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. തൃശ്ശൂർ ജനങ്ങൾ നെഞ്ചറ്റി. സുരേഷ് ഗോപി ഒരു തവണ പറഞ്ഞാൽ അത് നടന്നിരിക്കും. പറയുന്നത് കൃത്യമായും ചെയ്യും. അദ്ദേഹം വെറുതെ വീൺവാക്ക് പറയുന്ന ആളല്ല. അത് സുരേഷ് ഗോപി ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അപ്രതിരോധ്യനായി നിൽക്കുന്ന ഒരു നേതാവാണ്. BJP-കാരനാണെങ്കിൽ BJP-കാരുടെ അല്ലാത്ത ഒരു പൊതുസമൂഹത്തിൻ്റെ വലിയ അംഗീകാരം നേടിയ ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ ഇവർക്ക് പെടുത്താനൊന്നും കിട്ടുന്നില്ല. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താ? സുരേഷ് ഗോപി അഹങ്കാരിയാണ്. ഇപ്പോൾ അതാ കാര്യം. സുരേഷ് ഗോപി ഫോട്ടോ എടുക്കാൻ വന്ന ആളെ തള്ളി മാറ്റിയതിന് ശേഷം വീണ്ടും ഉള്ള ഭാഗം വീഡിയോയിലുണ്ട്. അദ്ദേഹത്തെ ചേർത്ത് എടുത്ത് ഫോട്ടോ എടുക്കുക. കാരണം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ അതിലേക്ക് ആ ഗ്രൂപ്പിലില്ലാത്ത ഒരാൾ വന്നപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആളുടെ കൂടെ നിന്ന് തനിച്ച് ഫോട്ടോ എടുത്തു. പക്ഷേ എന്ത് ചെയ്തു? അതുമാത്രം കട്ട് ചെയ്യും. പിന്നെ ഒരു മാധ്യമ പ്രവർത്തകരുടെ കാര്യം അറിയാമല്ലോ. എന്താണ്, ഒരുമിച്ച് നിൽക്കുമ്പോൾ സുരേഷ് ഗോപി പോകുന്ന വഴിക്ക് നിന്നപ്പോൾ തോളിൽ തട്ടി മാറാൻ വേണ്ടി തോളിൽ തട്ടി ഇറങ്ങിപ്പോയി. അത് മാത്രം കട്ട് ചെയ്ത് മാധ്യമ പ്രവർത്തകരുടെ തോളിൽ പിടിച്ചു. ഈ തോള് ഒരു ലൈംഗിക അവയവമാണെന്ന്
കേൾക്കുന്നത് ആദ്യമാണ്. കാരണം അങ്ങനെയല്ല, സ്ത്രീയെ അവളുടെ സമ്മതം കൂടാതെ സ്പർശിക്കുന്നത് പോലും കുറ്റകരമാണ്. പക്ഷെ ഇവിടെ സ്വാഭാവികമായ ഒരു സ്പർശനമായിരുന്നു. പോകാൻ വേണ്ടി ഒന്ന് വഴിമാറുമോ? നമ്മളൊക്കെ ചെയ്തു. നമ്മുടെ മുന്നിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ ഒരു കടയിൽ നിൽക്കുമ്പോൾ തൊട്ട് മുന്നിൽ ഒരു പെൺകുട്ടി നിന്നാൽ ചിലപ്പോൾ പ്ലീസ് ഒന്ന് മാറും നമ്മൾ പറയും, സ്പർശിക്കാറുണ്ട്. ആ സ്പർശനമൊന്നും സെക്ഷൽ ട്രസ്പാസ് ഒന്നുമല്ല. അങ്ങനെ ഒരു വ്യാജ കേസ് ഉണ്ടാക്കി എന്തായിരുന്നു ഇവിടെ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വേട്ടയാടി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ പൂരം വന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ കേസ് ഇപ്പം ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഹിന്ദുക്കൾക്കൊരു പ്രശ്നം വന്നു. ഹിന്ദുക്കൾക്കൊരു പ്രശ്നം വരാൻ വേണ്ടി പൂരം കലക്കി. അപ്പോൾ പൂരം കലങ്ങിയാൽ ആർക്കോട്ട് കിട്ടും? BJP കിട്ടും. പൂരം കലങ്ങിയാൽ എന്താണ് CPM നോട്ട് കിട്ടാത്തത്? പൂരം കലങ്ങിയാൽ എന്താണ് കോൺഗ്രസിന് വോട്ട് കിട്ടാത്തത്? പൂരം കലങ്ങിയാൽ എന്തുകൊണ്ടും BJP വോട്ട് കിട്ടുന്നു. കാരണം ഹിന്ദുവിൻ്റെ വികാരം മുറിവറ്റാൽ ഹിന്ദുക്കൾ BJP വോട്ട് ചെയ്യും എന്നൊരു തിയറി ഇവർ സമ്മതിച്ചു തരിക. അതായത് BJP ആണ് ഹിന്ദുക്കളുടെ കൂടെ നിൽക്കുന്നത്. BJP മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി ഉള്ളൂ എന്ന് ഇവർ ഭംഗ്യന്തരേണ സമ്മതിക്കുകയാണ്. പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന്. മനസ്സിലായില്ലേ? അത് ഈ വിഡ്ഢിയാന്മാർക്കും അറിയുന്നില്ല. VS സുനിൽകുമാർ ഇങ്ങനെ വന്ന മലമറിച്ച് കളയും, സുരേഷ് ഗോപി പോയ വഴിക്ക് പുല്ല് കിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ VS സുരേഷ് കുമാറിൻ്റെ റിസൾട്ട് VS സുനിൽകുമാറിൻ്റെ തലയിലെ മുടി പോലെയായി അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ അല്ലേ? അപ്പോൾ അതൊരു വലിയ ദയനീയമായ ഒരു തോൽവിയാണ് അവിടെ ഉണ്ടായത്. ഇടതിനും വലതിനും ഒരേപോലെ സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം, വിജയം. അത് പിന്നെ മന്ത്രിയാവുന്നു, അദ്ദേഹം മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പാർലമെൻറ്റിലെ പെർഫോമൻസ്, അങ്ങനെ കേരളത്തിനാകെ അഭിമാനകരമായി നിൽക്കുകയാണ് സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപിയെ ഇങ്ങനെ വേട്ടയാടാൻ എന്തെങ്കിലുമൊക്കെ നോക്കണം. മാധ്യമപ്രവർത്തകർക്കാണല്ലോ സൂക്കേട്. കാരണം ഡൽഹിയിലൊരു മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപി പോകുന്ന വഴിക്ക് കുത്തുമെന്ന് കാണിക്കുന്ന ആംഗ്യം നമ്മൾ കണ്ടതാണ്. അതിന് പത്രപ്രവർത്തക യൂണിയൻ അപലപിച്ചൊന്നുമില്ല, പോട്ടെ. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൂരത്തിൻ്റെ കേസ് ഇപ്പം സുരേഷ് ഗോപിയുടെ വീട്ടിൽ വന്നിട്ട് തിരുവനന്തപുരം കമ്മീഷണർ, DIG ഉൾപ്പെടെയുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ തെളിവെടുക്കാൻ വന്നത്. വീണ്ടും തെളിവെടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഏതോ ഒരു വിദ്വാൻ പറഞ്ഞ കഴുത്തിൽ പുലി നഖമോ പുലിപ്പല്ലോ ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇത് സുരേഷ് ഗോപി രാവിലെ തോക്ക് എടുത്തുകൊണ്ട് അടുത്തുള്ള കാട്ടിപ്പോയി പുലിയെ വെടിവെച്ച് എനിക്കൊരു പുലിപ്പല്ലു മാല വേണം എന്ന് പറഞ്ഞ് കഴുത്തിലിട്ടതാണ് എന്ന തരത്തിലാണ് പ്രചാരണം. 1972 വന്യജീവി നിയമപ്രകാരം പുലിയെ വേട്ടയാടി പിടിക്കുന്നത് കുറ്റകരമാണ്. സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഈ പുലിപ്പല്ല് മാല ഇടുന്നത്? പുലിപ്പല്ലോ പുലി നഖമോ എന്തോ ആട്ടെ, പുലിക്ക് എന്താ ഞാൻ നോക്കുന്നത്, പുലിക്ക് 30 പല്ലുകളാണുള്ളത് കേട്ടോ. 30 പല്ലുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നോക്കി, പുലിക്ക് എത്ര പല്ലുണ്ടെന്ന് നോക്കി. പുലിക്ക് എത്ര നഖമുണ്ടെന്ന് അറിയാം? 5 നഖം, 4 മുന്നോട്ടും 1 പുറകോട്ടും. പുറകോട്ടിരിക്കുന്നത് നഖം നിലത്തൊരിക്കലും മുട്ടുന്നില്ല. ഡ്യൂക്ലോ എന്നാണ് അതിന് പറയുന്നത്. ഡ്യൂക്ലോപ്പല്ല് നഖം അത് നിലത്ത് മുട്ടും. നമ്മുടെ പൂച്ചയുടെ ഒരു നഖം ഇരിക്കുന്നില്ല, കുറച്ച് പൊങ്ങിയിരിക്കും. പുലിയുടെ ഒരു കൊച്ചനിയനാണല്ലോ പൂച്ച. അപ്പോൾ ഇതിനകത്ത് ഇത് ഹൃദയത്തോട് ചേർന്ന് ഈ പുലി നഖമോ പുലിപ്പല്ലോ ഉള്ള ഒരു ആഭരണം ധരിച്ചാൽ, അല്ല പുലിപ്പല്ല് ധരിച്ചാൽ അത് നമുക്ക് ഭാഗ്യം വരും, സംരക്ഷണം കിട്ടും. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള സമയമാണെങ്കിൽ നമുക്ക് ധൈര്യവും ശക്തിയും നിശ്ചയദാർഢ്യവും ഒക്കെ ഉണ്ടാവുന്നതാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. ആനവാല് മോതിരം കെട്ടിയ മോതിരം ഇടുമല്ലോ, ആനവാൽ മോതിരം ഇടുന്നത് ധൈര്യമൊക്കെ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ കിട്ടുള്ളൂ, ഒരു വിശ്വാസമാണ്. അങ്ങനെയാവാം സുരേഷ് ഗോപി ഒരു വിശ്വാസിയാണ്. അതുകൊണ്ട് ആത്മബലം കിട്ടുന്ന, സംരക്ഷണം കിട്ടുന്ന, ധൈര്യം കിട്ടുന്ന, നല്ല അസാമാന്യ ധൈര്യമല്ലേ സുരേഷ് ഗോപിക്ക്? മാധ്യമങ്ങളോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ധൈര്യമുള്ള കേരളത്തിൽ വേറെ ഏത് നേതാവുണ്ട്? മാധ്യമപ്രവർത്തകരെ കണ്ടാൽ താണു വണങ്ങി വിനീത വിധേയമായി നിൽക്കുമ്പോൾ പോടാ നീയൊക്കെ ആരാടാ എന്ന് ചോദിക്കാൻ, നീ ഏത് ചാനലാ, നിൻ്റെ കയ്യിലിരിപ്പതാ, നിൻ്റെ മുതലാളിയോട് പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാൻ തൻ്റെ ഇടം കാണിക്കും. പണ്ട് നായനാർ ചിരിച്ചുകൊണ്ട് പറയായിരുന്നു. അതിനുശേഷം അത് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന നിർഭയമായി പറയുന്ന ഒരു നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയനെ പോലെ ഇപ്പോൾ സുരേഷ് ഗോപിയുണ്ട്. അത് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ പുലിനഖമോ പുലിപ്പല്ലോ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു, ഈ എവിടെ നിന്ന് കിട്ടും ഒരു പുലിപ്പല്ലോ പുലിനഖമോ ഉള്ള മാല എന്ന് നോക്കി. അപ്പോൾ എന്തായാലും നമുക്ക് തോക്കുമില്ല, തോക്കെടുത്ത് കാട്ടി പോകാനും പറ്റത്തില്ല, ഇതെടുത്ത കുറ്റമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ നമ്മുടെ തനിഷ്ക് ടാറ്റയുടെ സ്വർണ്ണാഭരണ കട തനിഷ്ക്, അവിടെ കിട്ടും ടൈഗർ ക്ലോ പെൻഡൻറ്റ്. ഇതിൻ്റെ വില ഞാൻ നോക്കി, അതിന് 2 കണ്ടു. ഞാൻ പ്രേക്ഷകരെ അതിൻ്റെ ചിത്രം കാണിക്കും. ഒരെണ്ണത്തിൻ്റെ വില $3917 രൂപ, മറ്റൊന്ന് ഡോളറോ $17 $3917. മറ്റൊന്നിൻ്റെ വില $3604. അത്രയും കൊടുത്താൽ 2-3 ലക്ഷം രൂപയോളം വരും അല്ലേ? അത്രയും രൂപയോളം കൊടുത്താൽ
നമുക്ക് കിട്ടുന്നേ. ടാറ്റയുടെ തനിഷ്ക് അപ്പൊ കടയിൽ പോയി നമുക്ക് വാങ്ങിക്കാം. അവർ വിൽക്കുന്നുണ്ട്. വീണ്ടും നോക്കി ടാറ്റയ്ക്ക് മാത്രമാണോ, വേറെ ഉണ്ട്. ഞാൻ നോക്കുക, ബെറിൽ ലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് 9 കാരറ്റ് ഗോൾഡ് പൊതിഞ്ഞ പുലിപ്പല്ല് അല്ലെങ്കിൽ പുലി നഖമാണ് എന്തെങ്കിലും ആട്ടെ, അത് പൊതിഞ്ഞ സാധനം കിട്ടും. അതിന് ആൻറ്റിക് വിക്ടോറിയൻ പെൻഡൻ്റാണ്, അതിന് കിട്ടും. പിന്നെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന വേറൊരു സ്ഥാപനത്തിൻ്റെ ജ്വല്ലറിയുടെ പുലിനഖമോ പുലിപ്പല്ല് രണ്ടായാലും പുലിപ്പല്ല് മാല കിട്ടും. ഇതൊക്കെ കാശ് കൊടുത്താൽ വാങ്ങിക്കാൻ പറ്റുമല്ലേ? കാശ് കൊടുത്താൽ വാങ്ങിയാൽ അവനെ തൂക്കിക്കൊല്ലുമോ? അപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന വിശ്വാസമുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ നിന്നോ വിദേശത്തു നിന്നോ ഒരു പുലി നഖം മാല വാങ്ങിച്ചു. ഇനി ഇവിടെ ഈ പുലിയെ വേട്ടയാടി അതിൻ്റെ പല്ലും നഖവും എടുത്ത് ആഭരണം ഉണ്ടാക്കുന്നതല്ലേ ഇവിടെ നിരോധിച്ചിട്ടുള്ളൂ. കാശ് കൊടുത്ത് മേടിക്കുന്നത് നിരോധിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ്. പക്ഷെ ഞാൻ വിദേശത്ത് മേടിച്ചു പോയി. അപ്പോൾ ഇന്ത്യയിൽ കഞ്ചാവ് നിരോധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ കൊളംബിയയിലൊക്കെ പോയാൽ അവിടെയൊക്കെ ചില രാജ്യങ്ങളിൽ നിയമാനുസൃതമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ശരി, പക്ഷേ അത് കൊണ്ടുവരുന്ന മയക്കുമരുന്ന് സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഇതൊരു പുലിപ്പല്ല് മാല പണം കൊടുത്ത് വിദേശത്തെ ഒരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങി അതിൻ്റെ ബില്ലുകൊണ്ട് അതിൻ്റെ സോഴ്സും കൊണ്ട് കഴുത്തലിട്ടാൽ അതെങ്ങനെ കുറ്റകരമോ? അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ്. നമ്മുടെ നാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനാണല്ലോ ഇതുള്ളത്. അതെ. പക്ഷേ ഇത് വിദേശത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ തനിഷ്കിൻ്റെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പം വേറെ ടാറ്റയുടെ തനിഷ്ക് ഇന്ത്യൻ കമ്പനിയല്ലേ? ഇന്ത്യൻ കമ്പനി ടയർ ക്ലോ പെൻഡൻറ്റുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമല്ലേ? നിങ്ങൾ ടാറ്റ പൂട്ടിക്കുമോ? തനിഷ്ക് പൂട്ടിക്കുമോ? അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചല്ലോ മറ്റേ ആ പെണ്ണ് കേസ് എന്തായിരുന്നു. അപ്പോൾ സിനു എന്താ പറഞ്ഞേ? അത് ഉടായ്പ കേസായിരുന്നു. ഇത് മറ്റൊരു ഉടായ്പ കേസാണ്. അപ്പോൾ ഈ മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കേസാണ്. ഏതോ ഒരുത്തൻ സുരേഷ് ഗോപി അമ്പലത്തിൽ പോയപ്പോൾ ഷോൾ ഇടാതെ പോയപ്പോൾ ഇത് കണ്ടു. എന്നാൽ അടുത്ത പണി ഇയാൾ ഇട്ടിരിക്കുന്ന പുലിനഖം ഇട്ടിരിക്കുന്ന എന്നാൽ ഇവനെ ശരിയാക്കാം. പുലിനഖം പുലിനഖമല്ല പുലിപ്പല്ലല്ലേ? പുലിപ്പല്ല് കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ ഒരു ചെറിയ സാധനമാണ്, കടും തവിട്ട് നിറമാണ്. അതിൻ്റെ പുറമെയൊക്കെ ആനക്കൊമ്പ് പോലെ വളരെ പോളിഷ്ഡല്ല, പരുക്കനാണ്. അതിൻ്റെ അകം പൊള്ളയാണ്. അതിൻ്റെ വേരുണ്ടല്ലോ ഈ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്, അതിനകത്ത് പൊള്ളയാണ്, ഒരു അറ പോലെയാണ്. അങ്ങനെയാണ് ഈ പുലിപ്പല്ല് ഇരിക്കുന്നത്. അപ്പോൾ അത് ഈ പണ്ട് നമ്മൾ ഛത്രപതി ശിവാജി മഹാരാജാവിന് ബാഗ് നഖെന്നും പറഞ്ഞ് ഈ പുലിയുടെ പല്ലോ നഖമൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരായുധമുണ്ടായിരുന്നു. അതിങ്ങനെ കയ്യിലിട്ടിട്ട് അങ്ങനെ പുള്ളിയുടെ വീരകഥകളിൽ ആ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ പന്തേര ടൈഗ്രിസ് എന്നാണ് ഈ കടുവയുടെ ശാസ്ത്രീയ നാമം. ഈ പുലി എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റേ സീരിയലില്ലേ എന്നാ പുലിമുരുകൻ. പുലി എന്ന് പറയുന്നത് പുലിയല്ല ശരിക്കും ഉദ്ദേശിച്ചത്, കടുവയാണ്. നീ ഒരു കടുവ അവനാളൊരു പുലിയാണെന്ന് പറയുന്ന പോലെ കടുവയെ പുലിയാക്കി വിളിക്കുന്നത്. ഇത് ശരിക്കും കടുവയുടെ ആണ് ഉദ്ദേശിച്ചത്. പുലിപ്പല്ല് ആള് കടുവേനെ കൂടെ പുലിയുടെ ഗണത്തിൽ കൂട്ടിയിട്ട് വിളിക്കുന്നതാണ്. ഇപ്പം കടുവയുടെ നഖം അല്ലെങ്കിൽ പല്ലാണ് ഈ ഉദ്ദേശിക്കുന്ന കേസ്. അപ്പോൾ അതിൽ സുരേഷ് ഗോപിയെ പെടുത്താം എന്നൊക്കെയാണ്. ഇനി എനിക്ക് സംശയമുണ്ട്, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇടുന്ന ഒരു സംഭവമുണ്ട്, നാഗപടത്താലിയിൽ നാഗമുണ്ട്, അതുകൊണ്ട് വന്യജീവി നിയമപ്രകാരം പാമ്പിൻ്റെ മാല ഇട്ടിരിക്കുന്നത് പറഞ്ഞ് ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യായിരിക്കും. പോലീസിന് കുറച്ചൊക്കെ തൻ്റെ ഇടം, ആത്മവിശ്വാസം, ആർജവം, അഭിമാനം വേണം. കൂലിപ്പണിക്കാരല്ല പോലീസുകാർ. കാരണം ഒരു കൂലിപ്പണിക്കൊരു തന്നെ നമ്മൾ വീട്ടിൽ വിളിച്ചാൽ നമ്മൾ പറയുന്ന എല്ലാ പണിയും ചെയ്യണം. പോലീസുകാർ ഈ നാട്ടിലെ ലോ എൻഫോഴ്സിങ് ഏജൻസിയാണ്. അവരുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ നിയമമാണ്. ഇത് നോക്കുമ്പോഴേ അറിയാം ഇതൊരു ഫേക്ക് കേസാണ്. സിനുവിൻ്റെ ഭാഷ പറഞ്ഞ ഉടായ്പ കേസാണെന്ന് ഈ പെറ്റീഷൻ നോക്കുന്ന ഏതൊരു കോന്തനും മനസ്സിലാവും. പോലീസിലെ സ്റ്റാറുള്ള ചില കോന്തന്മാർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു പരാതി കിട്ടിയാൽ അത് വ്യാജമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പോലീസ് ഓഫീസർമാർ നട്ടലിൽ പണയം വെച്ചിട്ട് നടത്തുന്ന അഭ്യാസങ്ങളുടെ ഭാഗമാണ് ഈ അന്വേഷണ പ്രഹസനങ്ങൾ. അതുകൊണ്ട് സുരേഷ് ഗോപി രാജി വെക്കാനും പോണില്ല, സുരേഷ് ഗോപി ജയിലിൽ പോകാനും പോകുന്നില്ല. ഇതൊക്കെ ഇവൻ്റെയൊക്കെ ഈ പരിപ്പ് കേരളത്തിലോട്ട് വേഗാനും പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.